ഇതുപോലൊരു 5-8 കിടക്കേണ്ട തറവാടായിരുന്നു എൻ്റെത് അല്ലേ? ഇപ്പൊ ഒരു അംബാസിഡർ പോലും ഇല്ല. അല്ല, പഴയ പോലെ കവടി നടത്തിലൊക്കെ ഇപ്പോഴും ഉണ്ടോ? നീ ആക്കിക്കോ, പക്ഷെ ഒരുപാട് കയറി അങ്ങ് ആക്കരുത്. അത് നിങ്ങൾ എന്തിനാ ചൂടാവുന്നത്? ഞാൻ സംശയം ചോദിച്ചല്ലേ. ഞങ്ങൾ കബഡി നിരത്തി പറഞ്ഞാൽ കറക്റ്റാ, ഒന്നും തെറ്റാറില്ല. അത് ശരിയാ, അതുകൊണ്ടാണല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കേണ്ടി വന്ന്. ഭയങ്കര നിരത്തലായി പോയി. അല്ല, 99% ശരിയാവേണ്ടതാ, പക്ഷെ എന്റെ കാര്യത്തിൽ മാത്രം തേഞ്ഞുപോയി. അമ്മളെ ഒന്ന് നിന്നേ. ഈ തട്ടോ കേട്ട് എന്നും അങ്ങോട്ടാ? വല്ല ചാത്ത സേവ ഉണ്ടോ? ചാത്തൻ സേവ അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ അല്ലാതെ ചില സിനിമാക്കാർക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അവന്മാർ അങ്ങനെയൊക്കെയല്ലേ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ വീട്ടിൽ നിന്ന് ചില രാത്രികളിൽ നിലവിളിയും കരച്ചിലും ഭയങ്കര ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. ഇവിടെ എന്തോ ചാത്തൻ സേവയുണ്ട്. ഈ ഭാഗത്ത് വന്നുപോടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നപ്പോ നല്ല ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഒരു വല്ലാത്ത ശീതളിപ്പ് അല്ലേ? ഞാൻ പറഞ്ഞില്ലടോ, ഇല്ല 5 വർഷത്തേക്ക് ഞാനിനി പടം ചെയ്യുന്നില്ല. ഇവനെന്താ ഇവിടെ കാര്യം? കുര്യാക്കോസിന്റെ വെരിക്കോസ് വെയിനോ നായകനാണ്, പക്ഷെ ഞരമ്പ് രോഗിയാണോ? ഒരു മിനിറ്റ് പണിക്കര സാറേ, നമസ്കാരം. ഇന്നലെ പൊക്കിക്കൊണ്ടുവന്ന ഡയറക്ടറെ ബോസ് വിട്ടാണല്ലോ, പിന്നെന്താ? അയ്യോ, അത് ആ പടം വേറെ, ഇത് വേറെ പടം. ഒരേ സമയം 10 പടം ചെയ്യാൻ ബാദുഷ്. അതെ, കറുത്ത ബാദുഷ. അതെ, ഞാൻ ഈ വീടിന്റെ കാര്യം ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. തന്നോട് കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ പറഞ്ഞല്ലേ ഈ വീട് ഷൂട്ടിങ്ങിന് കൊടുക്കില്ല. അല്ല, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ബോസിനെ കാണാൻ പറ്റില്ലല്ലോ. ഈ പ്രാവശ്യം നേരിട്ട് വന്ന് കണ്ടാ ചിലപ്പോ കിട്ടിയാലോ. ബോസിന് നേർക്ക് നേരാ താല്പര്യം. ബോസേ, നേരിട്ട് വാങ്ങാൻ വേണ്ടി വന്നതാ. വരിക ഇത്രടം. ഡയറക്ടർക്ക് ഒരേ നിർബന്ധം ഇവിടെ തന്നെ വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന്. ബോസിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാ ഓനെ കൺട്രോളർ സജി എന്തോ കയ്യിലിരുന്ന് കൊടുത്ത കാശ് മുതലാക്കാൻ 2.5 കൊല്ല കേസ് നടത്തിയേ, ഒന്നും നടന്നില്ല. അതുകൊണ്ട് നമ്മളെന്താ ചെയ്തേ? താമസം നേരെ ഇങ്ങോട്ട് മാറ്റി. ഇനി ഇവിടത്തെ മംഗലശ്ശേരി നീലകണ്ഠനും അറക്കൽ മാധവനുണിയൊക്കെ നോം തന്നെയാ. ഇതിപ്പോ വെച്ചോണ്ടിരുന്നത് എന്ത് കാണിക്കാനാ? ബോംബ് വച്ചാലോ ഒന്ന് ആലോചിക്കുക. അതാവുമ്പോ ഒര കത്തുമ്പോ വാഴ വെട്ടുന്ന കലാപരിപാടിയൊക്കെ ആകാലോ. മോനെ സജി, എന്താ ബോസേ? നീ ഇവരെ വിളിച്ചിട്ട് വേഗം സ്കൂട്ടാകും. ആണോ? ആ കേറ്. ഇനി ഇവിടെ മുണ്ടക്കശേഖരന്റെ അവസ്ഥയോ? വേഗം കേറാ. നിന്നെ അന്വേഷിച്ചാണെന്ന് തോന്നുന്നു. മോഷണമല്ലോ നടത്തിയ? എവിടാ നിന്റെ മുതലാളി? എന്താ സാറേ കാര്യം? എന്റെ മുതലാളിക്ക് ഒരു വാറണ്ട് ഉണ്ട്. ബോസിനൊരു വാറന്റ് ഉണ്ടെന്ന്. എന്ത് ചെയ്യണം? നീ അത് മേടിച്ച് അടുക്കളപ്പുറത്തേക്ക് വെക്ക്. മുളകിട്ട് വറ്റിച്ചാ കിടക്കും. അതെടാ, സ്റ്റേഷൻ വരെ ഒന്ന് പോ. അവിടെ ചെന്നാ വറ്റിച്ച് തരാ നിനക്ക്. ഡാന്നൊക്കെ വിളിക്കാൻ നമ്മൾ ഏത് ക്ലാസ്സിലാണ് സാറേ ഒന്നിച്ചു പഠിച്ചത്? അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയടാ. അയ്യോ സാറേ, ഇത് എന്നൊക്കെയാ സാറേ എഴുതി പിടിപ്പിച്ചിരിക്കുന്നേ? പേടിച്ചു പോയോ നീ? എന്നെ പേടിപ്പിക്കാൻ ഇതൊന്നും പോരാ സാറേ. കുറഞ്ഞത് ഈ SIA ബാറി വെച്ച് കൊങ്ങാക്കി പിടിച്ചതോ, സൂപ്പർ സ്റ്റാറിന്റെ കാർ അടിച്ചോണ്ട് പോകുന്നതോ, ഈ മംഗലശ്ശേരി അമ്മനെ കയ്യേറിയതോ, ഇപ്പതാ സാറിനെ ഇതുപോലെ മാനം കെടുത്തി വിടാൻ പോകുന്നതോ, അങ്ങനെ എന്തെങ്കിലും എന്റെ ചെറിയ ഗുണ്ടായുസം പോലും മെൻഷൻ ചെയ്യാതെ എന്ത് വാറണ്ട് സാറേ. ഞാനാണെങ്കിൽ SP റാങ്കിൽ കുറഞ്ഞ ഒരാളോട് സംസാരിച്ചിട്ട് തന്നെ കുറെ കാലമായി. അതുകൊണ്ട് സാറ് ചെല്ല്. പോയച്ചു വരുമ്പോ എന്നെ പിടിക്കണമെങ്കിൽ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. ഇതീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ നിൽക്കുന്ന ബാലകൃഷ്ണ പണിക്കരുടെ പേരിലുള്ളതാണ്. അതുകൊണ്ട് സാർ പോയിട്ട് പുതിയ എന്തെങ്കിലും ഒരു കിടതാപ്പ് ഉണ്ടാക്കിക്കൊണ്ടുപോവാ. കൊണ്ടുവരുമ്പോ ഒരു 100-150 കോടിയുടെ കേസെങ്കിലും വേണം. ഇല്ലെങ്കിൽ എനിക്ക് ക്ഷീണമാണ്. പിന്നെ ഈ കിടതാപ്പ് കൊണ്ടുവരുന്നവൻ ഇത്രയും സ്റ്റാറൊന്നും പോരാ, കുറെ കൂടെ സ്റ്റാർ വേണം. ഇതിൽ ഒപ്പിട്ടവനായാലും മതി. ഓ പോടെ പോടെ പോടെ. അല്ല, ബോസ് ഉള്ളതുകൊണ്ട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് ബോസാണല്ലോ ഇറങ്ങി പോണത്. എടാ, ഞാൻ പറഞ്ഞ ഉടനെ ഇറങ്ങിപ്പോവാൻ അവരെന്റെ ശമ്പളക്കാരൊന്നും അല്ലല്ലോ. പതുക്കെ പൊക്കോളൂ. നീ ഇന്ന് വണ്ടി കഴുകില്ലടാ? എന്നും വണ്ടി കഴുകാൻ ഈ ഗണപതി ബംഗാളിയല്ല, മലയാളിയാ. മലയാളി പാചകം പഠിക്കാതെ വണ്ടി കഴുകിടാ. എനിക്ക് പുറത്തു പോകാനുള്ളതാ. മലയാളിക്ക് എന്താ കൊമ്പുണ്ട്? ഞമ്മക്കൊരു പഞ്ച് ഡയലോഗ് അടിക്കാൻ പറ്റില്ല. പഞ്ച് ഡയലോഗ് മൊത്തം മൂപ്പർക്ക് തന്നെ അടിക്കണം. മിക്കവാറും ഡ്രൈവറായിട്ടും ബംഗാളി വെക്കുന്ന തോന്നുന്നു. മാറിക്കേറി അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞ് അവന്റെ പേര് കേസ് കൊടുക്കാനുള്ള ബുദ്ധി നീ എനിക്ക് പറഞ്ഞു തരണ്ട. എനിക്ക് അവനെ പൂട്ടേണ്ടത് ഇതുപോലൊരു ചീള് കേസിലല്ല. നീയൊക്കെ കൂടി തന്തയ്ക്ക് ലാഭം ഉണ്ടാക്കാൻ പോയിട്ട് നഷ്ടം എത്രയെന്നറിയോടാ? ആ ബാറിന് പഴയ പോലെ ആക്കണമെങ്കിൽ ലക്ഷങ്ങൾ ഇറക്കണം. എടാ, നിന്നെയൊക്കെ കൊണ്ട് 10 പൈസ ഉപകാരം ഉണ്ടോ എനിക്ക്? എന്റെ മോൻ ഇനി ഒരു കാര്യം ചെയ്യണം.
എന്തെങ്കിലുമൊക്കെ തിന്നും കുടിച്ചും എവിടെങ്കിലുമൊക്കെ കറങ്ങി നടന്നു. ഞങ്ങളായിട്ടുണ്ടാക്കിയതൊക്കെ ഞങ്ങൾ തന്നെ തീർത്തോളാം. ഒന്ന് പറഞ്ഞ തന്റെ ചെറുക്കൻ ഭാഗ്യവാനാ. ആ ബാറ് കിടക്കണ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കൂല. താനൊന്നും മിണ്ടാതിരിക്കുക ചാക്കോ. എന്തൊക്കെയായിരുന്നു മണി ലെൻഡറിങ് ആക്ട്, ഓപ്പറേഷൻ ഷൈലോക്ക്, എന്നിട്ട് എന്ത് പിന്നാക്കാ നടന്നത്? ഇത് പഴയ കാലം അല്ല. സാറിനെതിരെ ഭയങ്കര മീഡിയ അറ്റൻഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അന്ന് ഇവിടുന്ന് പോയ CA ഐസക് ഇപ്പൊ എന്തിയേ? ഗുണ്ടായിസോ നിയമം കൊണ്ട് ഇവിടെ ഒരുത്തിനും അവന്റെ ഒരു മുടിയും പറിക്കാൻ പറ്റില്ല. പുറത്തുനിന്ന് ആളെ ഇറക്കി അങ്ങ് തീർക്കാൻ പോവാ. അതിനി എത്ര ചെലവായാലും എനിക്കൊരു കുഴപ്പമില്ല. പുറത്ത് നാളെ ഇറക്കുക, കാശ് കൊടുത്ത് ആളെ തീർക്കുക. ഇമാതിരി ചെരപ്പൊക്കെ നിന്നെ പഠിപ്പിച്ചത് ആരാന്ന് ഓർത്തിട്ട് മതി എന്നോടിങ്ങനെ ചിലക്കാൻ. കള്ളനും പോലീസും ഒരുമിച്ച് കളിച്ചിട്ട് ദേ മോൻ അടികൊണ്ട് വന്നതുപോലെ തന്തയും അടികൊണ്ട് നാറിപ്പിരിഞ്ഞു വരും. ഇനി കളിക്കലില്ല ചാക്കോ, കളിപ്പിക്കലേ ഉള്ളൂ. നമ്മൾ പിടിച്ചാൽ പിടികിട്ടാത്ത ശത്രുവിന് എന്താ ചെയ്യാന്നറിയോ? നമ്മൾ അവന്റെ മാളത്തിൽ കയറണം. എന്നിട്ട് ആ മാളത്തിലിട്ട് തന്നെ അവനെ ശ്വാസം മുട്ടിച്ച് ഇങ്ങനെ. ഒരുപാട് നാവാടിയ ഇതുപോലെ പെടഞ്ഞു പെടഞ്ഞു തീരും. തമ്പിച്ചായൻ ഇവിടെ ഇരിക്കുമായിരുന്നു. സാറ്റലൈറ്റ് കിട്ടിയിട്ട് എന്റെ കാശരാന്ന് പറഞ്ഞ് ശൂന്യാകാശത്തോട്ട് പോയിട്ട് ഒരു വിവരമില്ലല്ലോ. അവിടെ റേഞ്ച് കിട്ടാത്തതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കാത്തത് അല്ലേ? ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ എന്റെ കാശ് തന്നില്ലെങ്കിൽ തന്റെ ആ ഓട്ട ചാനലിൽ കയറിയിരുന്ന് ഇന്ന് വൈകുന്നേരത്തെ 7 മണി ന്യൂസ് ഞാൻ വായിക്കും. ഞാൻ വായിച്ചറിയാവുന്നു. ആകെ അവിടെ കൈപ്പോകും. ബോസേ, മീറ്റിംഗിന്റെ ഇടയിൽ കയറി വന്ന് മാന്യന്മാരെ അപമാനിക്കരുത്. മാന്യന്മാർ ഇവിടെ എവിടെ മാന്യന്മാർ? സെക്രട്ടറിയാ താനടക്കം ഇവിടെ ആരാടോ മാന്യന്മാർ? അതൊക്കെ പോട്ടെ. എനിക്ക് കാശ് തരാനില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാം. ബോസിന് കാശ് കൊടുക്കാൻ ഇല്ലാത്ത മാന്യന്മാർ ഗെറ്റ് ഔട്ട് ഹൗസ്. ബോസേ, വെറുതെ അലമ്പുണ്ടാക്കരുത്. അലമ്പോ സെക്രട്ടറി, എന്താണ്ട് ആ ഫോണിൽ നോക്കി കുത്തിരിക്കുന്നതിന്റെ സെറ്റിലല്ലാതെ ഞാൻ വേറെ എവിടെയെങ്കിലും കയറി അലമ്പുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല. ഇവൻ ഗ്യാരണ്ടി ആയിട്ട് എഴുതാൻ സ്ഥലം വെച്ചാൽ പോലും പലിശ ഒക്കത്തില്ല, പിന്നല്ലേ മുതൽ. എന്നിട്ട് ഞാൻ 6 മാസം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ മാന്യത. അത് കാശ് മേടിച്ച് നക്കിയവനില്ലെങ്കിലും എനിക്കുള്ളത് കൊണ്ടാ. ഏത് മാന്യത? ഒരു പടം പിടിക്കാനുള്ള കാശ് ഞാൻ ഇവന്റെ പുറകെ നടന്ന് പെട്രോൾ അടിച്ചും ഫോൺ വിളിച്ചും കളഞ്ഞിട്ടുണ്ട്. ഈ കാശ് എങ്ങനെ മേടിക്കണമെന്ന് എനിക്കറിയാം. മിസ്റ്റർ പ്രതാപവർമ്മ തമ്പുരാൻ, ആ പുറത്ത് കിടക്കുന്ന മെഴ്സിഡസ് ബെൻസ് ആരുടെയാ? ഡ്രൈവറുടെ കയ്യിൽ നിന്ന് ആ താക്കോൽ ഞാനിങ്ങ് വാങ്ങിച്ചു. പലിശയായിട്ട് ഞങ്ങൾ അതങ്ങ് എടുക്കുക. ഞങ്ങൾക്കത് വേണം, ഞങ്ങൾക്കത് തരണം. ഒരു സെൽഫി എടുക്കട്ടെ. കാശ് തരാനുള്ള ആൾക്കാരെ ഫോട്ടോ വെച്ച് ഞങ്ങളൊരു ആൽബം സെറ്റ് ചെയ്യുന്നുണ്ട്. സാറിന്റെ ഫോട്ടോ മാത്രം ഞങ്ങളുടെ കയ്യിലില്ല, അതുകൊണ്ട് വല്ലയുടെ പൊങ്ങണ്ട. പോട്ടെ.